കൊച്ചിയിൽ സൈബർ തട്ടിപ്പ് കേസിൽ 3 പേർ പിടിയിലായതോടെ പുറത്തുവരുന്നത് അന്താരാഷ്ട്ര സൈബർ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. തട്ടിപ്പിന് ഉപയോഗിക്കുന്ന ആപ്പുകൾ നിർമ്മിക്കുന്നത് ചൈനീസ് പൗരന്മാരാണ്. കേരളത്തിൽ നിന്ന് യുവാക്കളെ കംബോഡിയയിലേക്ക് എത്തിച്ചാണ് പ്രവർത്തനം. കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലായ അരൂർ സ്വദേശി സൂരജിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കൊച്ചിയിലെ യുവ ഡോക്ടറെ വിവാഹം കഴിക്കാൻ താൽപര്യമുണ്ടെന്നറിയിച്ച് മാട്രിമോണിയൽ സൈറ്റ് വഴി യുവതി എന്ന പേരിൽ പരിചയപ്പെടുന്നു. പിന്നീട് 36 ലക്ഷം രൂപ ട്രേഡിംഗ് ആപ്പിൽ നിക്ഷേപിക്കാൻ നിർബന്ധിച്ച് ആ പണം തട്ടിയെടുത്തു. ഈ കേസിലാണ് അരൂർ സ്വദേശി സൂരജ് കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലാകുന്നത്. സഹായികളായ ആദിൽ, മുഹമ്മദ് ഫൈസൽ എന്നിവരും അറസ്റ്റിലായി. ഇവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് കംബോഡിയയിലെ സൈബർ തട്ടിപ്പ് ലോകത്തിന്റെ വിവരങ്ങൾ പോലീസ് അറിയുന്നത്. കോർപ്പറേറ്റ് കമ്പനിയുടെ സംവിധാനമെന്ന പോലെ കംബോഡിയയിൽ ചൈനീസ് പൗരന്മാരുടെ നേതൃത്വത്തിൽ സൈബർ തട്ടിപ്പിനായി ഒരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വെർച്വൽ അറസ്റ്റ് മുതൽ ലോൺ ആപ്പ് തട്ടിപ്പ് വരെ നടത്തുന്ന അധോലോകം. ഇരകളെ കണ്ടെത്തി ആകർഷിക്കാനും പണം തട്ടിയെടുക്കാനും അത് പെട്ടെന്ന് തന്നെ അക്കൗണ്ടുകളിലേക്ക് മാറ്റാനും വിദഗ്ധരായ ഒട്ടനവധി ആളുകൾ, വിവിധ ഭാഷകൾ അറിയുന്നവർ. അതിലെ കണ്ണിയാണ് സൂരജ്. മലയാളികളെ കംബോഡിയയിൽ എത്തിച്ച് ഈ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാക്കുന്നു. മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് റോഡ് മാർഗം കംബോഡിയയിലേക്ക് എത്തിക്കും. ശേഷം ഹോട്ടൽ ജോലികളോ ഡെലിവറി ജോലികളോ ചെയ്യുന്നതിനുള്ള വിസ സംഘടിപ്പിച്ചു നൽകും. പിന്നീടെത്തുന്നത് ചൈനീസ് പൗരന്മാരുടെ ഈ ചതിക്കുഴികളുടെ ലോകത്തേക്കാണ്. എളുപ്പത്തിൽ പിന്മാറി തിരിച്ചുവരാൻ പലർക്കും സാധിക്കുന്നില്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. സൂരജിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. കംബോഡിയ അധോലോകം മലയാളികളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ കൃത്യമായ ജാഗ്രത വേണം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.